മാമനുമായിട്ടുള്ള അതിസാഹസികമായ ട്രിപ്പിന് ശേഷം ഞാൻ അവസാനം വയനാട്ടിലെത്തി. വയനാട്ടിലെത്തി അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങൾ താലെടുക്കാൻ വിചാരിച്ചായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ പോലും താലെടുത്തിട്ടില്ല. അതുകൊണ്ട് അവളുടെ നാട്ടിൽ പോയിട്ട് താലെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ താളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണ് ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത്. തുളസി, അതുപോലെ തന്നെ ചെമ്പരത്തി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി നല്ല മലയാളം മങ്കയായിട്ട് ഞങ്ങള് അമ്പലത്തിലോട്ട് പോകാൻ നിൽക്കുകയാണ്. സംഭവം 7 മണിക്ക് പറയുന്നത് 7-8 മണിയായിന് നമ്മൾ പോകുമ്പോൾ തന്നെ. അപ്പൊ അതിനുവേണ്ടി സാരിക്ക് ഉടുത്ത് റെഡിയായി. എന്തായാലും വെറുതെ ഇരിക്കില്ല എന്നാ പിന്നെ 2 പഴം കൂടെ കുത്തിക്കയറ്റി കൂടെയും ചോദിച്ച് 2 പുഴുങ്ങിയ പഴം ചോട്ടുന്റെ അമ്മ കൊടുത്തന്ന്. പിന്നെ അതും ചായയും കൂടെ കുറിച്ച് കുറച്ചു നേരം സംസാരിച്ചു വരുന്നു. പിന്നെ എല്ലാവിധ സഹായവും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ചോട്ടുവിന്റെ പൂച്ച മേശമ കയറി ഇരിക്കുന്നുണ്ടായിനി. പക്ഷെ മേൽനോട്ടം മാത്രമാണ് പുള്ളിക്കാരൻ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താലപ്പൊലിക്ക് നേരായപ്പോ ഞാനും ചോട്ടു നേരെ അമ്പലത്തിലോട്ട് വിട്ട്. സംഭവം അതിന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വെടിക്കെട്ടുണ്ടായിരുന്നു, അതും നൈസായിരുന്നു, അതും കുറെ നേരം കണ്ടിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ഗാനമേളക്ക് പോയി. ഗാനമേള കണ്ടിരുന്നു, അതും അടിപൊളി പരിപാടിയായിരുന്നു. കുറച്ചേരം പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.